റോമ 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആകയാല് ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്കു ശിക്ഷാവിധിയില്ല. എന്തെന്നാല് യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്നു സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താല് ബലഹീനമാക്കപ്പെട്ട നിയമത്തിൻ അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്നു തന്റെ പുത്രനെ പാപപരിഹാരത്തിനുവേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തില് അയച്ചുകൊണ്ട് പാപത്തിനു ശരീരത്തില് ശിക്ഷ വിധിച്ചു. ഈ ശരീരത്തിന്റെ പ്രവണതകനുസരിച്ചു ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ചു ജീവിക്കുന്ന നമ്മില് നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിനുവേണ്ടിയാണ്. എന്തെന്നാല് ജഡികമായി ജീവിക്കുന്നവര് ജഡികകാര്യങ്ങളില് മനസ്സുവക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയകാര്യങ്ങളില് മനസ്സുവക്കുന്നു. ജഡികാഭിലാഷങ്ങള് മരണത്തിലേക്കു നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങള് ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡികതാത്പര്യങ്ങളില് മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അതു ദൈവത്തിന്റെ നിയമത്തിനു കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാന് അതിനു സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകളനുസരിച്ചു ജീവിക്കുന്നവർക്കു ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളില് വസിക്കുന്നെങ്കില് നിങ്ങള് ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവന് ക്രിസ്തുവിനുള്ളവനല്ല. എന്നാല് നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കില് നിങ്ങളുടെ ആത്മാവ് നീതിനിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളില് വസിക്കുന്നുണ്ടെങ്കില് യേശു ക്രിസ്തുവിനെ ഉയിർപ്പിച്ചവന് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളില് വസിക്കുന്നതന്റെ ആത്മാവിനാല് ജീവന് പ്രദാനം ചെയ്യും.